ഗേൾസിന് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് പീരീഡ്സ് ആയിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ് വേദന, അതുപോലെ തന്നെ ഇടുപ്പ് വേദന. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു വെള്ളം ഉണ്ടാക്കാം. അപ്പോൾ ഇതെൻ്റെ ഉമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. എനിക്കും എൻ്റെ താത്താക്കും നല്ലൊരു യൂസ്ഫുള്ളാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് അയച്ചു കൊടുക്കാനും നിങ്ങൾക്ക് മടി കാര്യങ്ങളൊന്നും വേണ്ട. പീരീഡ്സ് എന്ന് പറയണ അത്ര മോശപ്പെട്ട ഒരു കാര്യമല്ല. ഇത് നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ വെള്ളം ഉണ്ടാക്കി നോക്കാം. ബൈ. നല്ലൊരു കഴുകി വൃത്തിയാക്കിയൊരു പാത്രം എടുത്തിട്ട് അടുപ്പിൽ വയ്ക്കുക. അടുപ്പിൽ വെച്ച് നന്നായി ചൂടായാലും വെള്ളമൊന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിലോട്ട് ചെറിയ ജീരകം 1 സ്പൂണും ഉലുവ 1 സ്പൂണ്, എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കരിയാൻ പാടില്ല. ഇതിലൊരു പൊട്ടുന്ന സൗണ്ട് വരും. ആ സൗണ്ട് വന്നു കഴിഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം നന്നായി തിളപ്പിക്കുക. ഇതൊരൊറ്റ പ്രാവശ്യം കുടിച്ചാൽ മതി, അങ്ങനെ ഒരുപാടൊന്നും കുടിക്കണമെന്നില്ല. നന്നായി തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും ആ വെള്ളത്തിൻ്റെ. ഇത് കരിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കരിഞ്ഞാൽ ഒരുമാതിരി കയ്പ്പ് അനുഭവപ്പെടും. അതുകൊണ്ടാണ് കരിയാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കാം. ആ ഇളം ചൂടോടൊക്കെ തന്നെ കുടിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ചൂടാറാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ തോന്നില്ല. അപ്പോൾ ആ ഇളം ചൂടോടൊക്കെ തന്നെ കുടിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഇടുപ്പ് വേദനയ്ക്കും വയറുവേദനയ്ക്കൊക്കെ ഇത് ചെറിയൊരു ആശ്വാസം കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മുടെ വെള്ളം സിമ്പിളല്ലേ. അപ്പോൾ നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാണക്കേട് ഒട്ടും വിചാരിക്കേണ്ട. അപ്പോൾ നാണക്കേടിൻ്റെ കാര്യമൊന്നും ഈ ഒരു കാര്യത്തിലില്ല. അപ്പോൾ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. ഓരോ മാസവും 7 ദിവസം ഒരു പെണ്ണ് അനുഭവിക്കുന്ന കഷ്ടപ്പാടിൽ ഒന്നും കൂടെയാണിത്. അപ്പോൾ ഇതിനൊട്ടും നാണക്കേടൊന്നും വിചാരിക്കാണ്ട് ബോയ്സ് ആണെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ബൈ.